നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ സ്വയം ഒടുങ്ങുന്നു. ജയിലിൽ കിടക്കുന്നവർ നരകിച്ചില്ലാതാകുന്നു. പുറത്തുള്ളവർ സമാധാനം നഷ്ടപ്പെട്ട് രോഗികളായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശങ്കർദാസ് എവിടെ? എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ട് ശങ്കർദാസിനെ SIT അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആരോപണം വന്നു. എന്നാൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും, മുൻകൂർ ജാമ്യവും കിട്ടാൻ സാധ്യതയില്ലെന്ന് വ്യക്തമായതോടെ ശങ്കർദാസ് പക്ഷാഘാതം വന്ന് വീണു. ആശുപത്രിയിലാണ്. രക്ഷപ്പെടാൻ മുന്നിൽ ഒരു വഴിയുമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ശങ്കർദാസ് വീണത്. സ്ട്രോക്ക് വന്നത് അടുത്ത നാടകമാണോ എന്നും സംശയം. എന്നാൽ കാലങ്ങളായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കർദാസിനെ അലട്ടുന്നുണ്ട്. ജയിൽവാസം ശങ്കർദാസിന് നരക തുല്യമായിരിക്കും. ജയിലിൽ കിടന്ന് ഒടുങ്ങും അയാൾ. അയ്യപ്പന്റെ സ്വർണം കട്ടവനെന്ന വിളിപ്പേര് വീണതോടെ ആത്മഹത്യയുടെ വക്കിൽ വിജയകുമാർ. താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിജയകുമാർ. മുന്നിൽ ഒരു പ്രതീക്ഷയും ഇനിയില്ല. കുടുംബക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനാകാത്ത ഗതികേട്, കൂക്കിവിളികളും അധിക്ഷേപങ്ങളും. വീട്ടിൽ പോലും കയറാനാകാതെ, ബന്ധുവീടുകളിൽ പോലും കയറ്റാതെ വിജയകുമാർ സുഹൃത്തുക്കളുടെ വീടുകളിലായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയ വിജയകുമാർ ഇന്നലെ ഉച്ചയോടെയാണ് SIT ഓഫീസിൽ ഹാജരായത്. പാർട്ടിയോ സർക്കാരോ വിചാരിച്ചാൽ ഇനി അറസ്റ്റ് തടയാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയായിരുന്നു വിജയകുമാർ സ്വയം കീഴടങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ പ്രസിഡന്റായിരുന്നു വിജയകുമാർ. ഒരു പാർട്ടിക്കാരനാണ് എന്നുള്ളതിന്റെ എല്ലാ ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടായിരുന്നു. എന്നാൽ ഒടുക്കം പാർട്ടി പോലും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. പാർട്ടിയുടെ പിൻബലത്തിലായിരുന്നു ദേവസ്വം ബോർഡിൽ കയറി പറ്റിയതൊക്കെ. ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി SITയെ മുൾമുനയിൽ നിർത്തി ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കത്തിലേക്ക് SIT കടന്നത്. തുടർന്ന് വിജയകുമാറിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിൽ കഴിഞ്ഞ ദിവസം SIT എത്തിയിരുന്നു. ഇതറിഞ്ഞ വിജയകുമാർ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തി വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 12 വരെയാണ് റിമാൻഡ് കാലാവധി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വാസു ജയിലിൽ സമനില തെറ്റി നിൽക്കുകയാണ്. തുടരെ ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിട്ടും ജാമ്യം കിട്ടുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ വാസുവിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജയിൽ മുറിയിലെ താമസവും ഭക്ഷണവും വാസുവിന്റെ ആരോഗ്യം കൂടുതൽ വഷളാക്കിയിരിക്കുന്നു. എങ്ങനെയും പുറത്തേക്കിറങ്ങണമെന്ന ചിന്ത മാത്രമേ ഇപ്പോൾ വാസുവിനുള്ളൂ. പട്ടുമെത്തയിൽ കിടന്നിരുന്ന പത്മകുമാർ തറയിൽ കിടന്ന് ഇപ്പോൾ നക്ഷത്രം എണ്ണുന്നു. ഉണ്ടാക്കിയ മുതലെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുമെന്ന ഭയത്തിലാണ് വാസുവും പത്മകുമാറും ശങ്കർദാസും കൂട്ടരുമെല്ലാം. അയ്യപ്പനെ കൊള്ളയടിച്ചുണ്ടാക്കിയതൊന്നും അനുഭവിക്കാൻ ഒരുത്തനും യോഗമില്ല. കള്ളന്മാരെന്ന പേരും വീണു. അവശേഷിക്കുന്ന കാലം ജയിലിൽ തന്നെയെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി പുറത്തിറങ്ങിയാലും കേസും കോടതിയുമായി നിരങ്ങാനേ നേരം കാണൂ. സ്വർണം കട്ട് കോടികൾ സമ്പാദിച്ചവർക്ക് അന്നു മുതൽ തന്നെ അത് അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നില്ല. അതായത് വാസുവും ശങ്കർദാസും രോഗികളായി തീർന്നിരുന്നു. കോവിഡ് കാലത്ത് രോഗം മൂർച്ഛിച്ച് വാസു ICUവിലായിരുന്നു. അപ്പോഴും ചത്തില്ല. കാരണം സത്യങ്ങൾ ഇവന്മാരെ കൊണ്ടൊക്കെ പുറത്തു കൊണ്ടുവരാൻ അയ്യപ്പൻ കളിച്ച കളിയാണിതെന്ന് വിശ്വാസികൾ പറയുന്നു. അയ്യപ്പന്റെ പൊന്നു കട്ടവനെന്ന പേര് വീണതോടെ ആത്മഹത്യ ചെയ്യുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. ജയിലിൽ ഇയാളെ പ്രത്യേകം നിരീക്ഷിക്കുന്നുമുണ്ട്. മുരാരി ബാബു, സുധീഷ് കുമാർ, ബൈജു തുടങ്ങിയവരും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന് നിലവിളിക്കുന്നു. വാസു ഇടയ്ക്ക് കലിയിളകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ നിരാഹാരത്തിലാണ്. കൂടാതെ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് വലിയ മുറുമുറുപ്പിലാണ് വാസു ഉള്ളത്. തന്നെ പുറത്തേക്ക് വിടണം എന്നാണ് വാസു ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ജയിൽ ജീവിതം കാട്ടുകള്ളന്മാരെ വിറളി പിടിപ്പിക്കുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടെയും പുറത്ത് വിലസിയവർ, പണത്തിനു മേലെ അന്തിയുറങ്ങിയവർ, അധികാരത്തിന്റെ ഹുങ്കിൽ മതിച്ചവർ ഇന്നിപ്പോൾ അങ്ങ് കൊമ്പത്തൂന്ന് നിലത്തേക്ക് വീണ് 4 ചുവരുകൾക്കുള്ളിൽ ആരെയും കാണാനാകാതെ സംസാരിക്കാനാകാതെ ഭ്രാന്തിളകിയിരിക്കുന്നു. ഒരാളെ ബലിയാടാക്കിയാലേ ബാക്കിയുള്ളവർക്ക് രക്ഷയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഉന്നതർക്കെല്ലാം. വിജയകുമാറും ശങ്കർദാസും പത്മകുമാറിന്റെ പേരാണ് വലിച്ചിടുന്നത്. വാസുവും പത്മകുമാറിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മുരാരി ബാബു, സുധീഷ് കുമാർ, ബൈജു എന്നിവർ വാസുവിൽ പഴിചാരുന്നു. എന്നാൽ പോറ്റി ദേവസ്വം ബോർഡ് ഉന്നതന്മാരെ എല്ലാം കുടുക്കിയിരിക്കുന്നു. എല്ലാവരെയും തനിക്കറിയാമെന്നും 2019 ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവരുമായും നല്ല ബന്ധവും സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് പോറ്റി മൊഴി നൽകിയിരിക്കുന്നു.
അതായത് ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് ഉന്നതരെയെല്ലാം ഒരൊറ്റ കയറിൽ കെട്ടി വരിഞ്ഞു മുറുക്കുകയാണ് പോറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതെന്ന് വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടു എന്നാണ് വിജയകുമാറിന്റെ ഒരൊറ്റ മൊഴി. ഇക്കാര്യത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കുറ്റമാണ് SIT വിജയകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടു എന്നാണ് വിജയകുമാർ SIT അറിയിച്ചിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പിലാണ് ഈ വിവരമുള്ളത്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതായിരുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തെ വിശ്വസിച്ച് മറ്റൊന്നും വായിക്കാതെയാണ് താൻ ഒപ്പിട്ട് കൊടുത്തത്. ഇനിയും പുറത്തു നിന്നാൽ സർക്കാരിന് നാണക്കേടായതുകൊണ്ടാണ് കീഴടങ്ങിയത് എന്നാണ് വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യമടക്കം ബോർഡിൽ അവതരിപ്പിച്ചത് പത്മകുമാർ തന്നെയാണ്. പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതനുസരിച്ചായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടുവെന്നും പ്രശ്നമുണ്ടാകുമെന്നറിഞ്ഞില്ല എന്നും വിജയകുമാർ ഇപ്പോൾ തടി തപ്പിയിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന മട്ടിലുള്ള വിജയകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും SIT തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. SITയുടെ ആവശ്യം അംഗീകരിച്ച് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് നടപടിയെടുത്തത്. അടിയന്തര ആവശ്യമായി ഇക്കാര്യം പരിഗണിക്കണമെന്നും ഉദ്യോഗസ്ഥരെ ഉടനടി അനുവദിക്കണമെന്നുമായിരുന്നു SIT ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു ഹൈക്കോടതി ഇപ്പോൾ ചെയ്തത്. കേസന്വേഷണം സജീവമായി മുന്നോട്ട് പോകുകയാണ്. ഡി മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാൾ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് വിവരം. താൻ ഡി മണി അല്ല എന്നും MS മണിയാണെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇയാൾ. ദിണ്ടിഗലിൽ മണി നയിക്കുന്ന സമാന്തര സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ അടക്കം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട വെല്ലുവിളിയാണ് SIT ഇപ്പോൾ നേരിടുന്നത്. 2 CIമാരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തിയതോടെ അന്വേഷണത്തിന് ഇനി കൂടുതൽ വേഗമുണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും പക്ഷേ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ എത്തിയ ഡി മണി താൻ ഡി മണി അല്ല എന്നും പോറ്റിയെയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റുള്ള ആരെയും തനിക്ക് അറിയില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന ഡി മണിയുടെ സന്തത സഹചാരിയായ ശ്രീകൃഷ്ണൻ പോറ്റിയുമായി പല ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഡി മണിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരിലേക്കാണ് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഒരു നിർണായക ഘട്ടമാണ് SITക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ഡി മണിയെയും സുഹൃത്ത് ബാലമുരുകനെയും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് SIT ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലമുരുകന്റെ ഭാര്യയും SIT ഓഫീസിൽ എത്തിയിരുന്നു. ദിണ്ടിഗലിൽ എത്തിയ അന്വേഷണ സംഘം ഡി മണിയുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല. കാരണം ദിണ്ടിഗൽ പോലീസ് പോലും കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തോട് സഹകരിച്ചിരുന്നില്ല. കാരണം ഡി മണിയുടെ ശക്തി അത്രത്തോളം വലുതാണ്. കാരണം ദിണ്ടിഗൽ പോലീസിന്റെ കൂടെ ആയിരുന്നു SIT സംഘം മണിയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്നാൽ തൊട്ട് പിന്നാലെ തന്നെ ദിണ്ടിഗലിലെ പോലീസിന് ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ തന്നെ ദിണ്ടിഗൽ പോലീസ് അവിടെ നിന്ന് മാറുകയായിരുന്നു. അതായത് മണിയുടെ കോട്ടയിൽ SIT സംഘം കടന്നതും അത് കാട്ടുതീ പോലെയാണ് പടർന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ മണിയെ വിടുന്നതിന് വേണ്ടി, ചോദ്യം ചെയ്യൽ ഇനി അധികം മുൻപോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു തമിഴ്നാട്ടിൽ നടന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രീയക്കാർക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ദിണ്ടിഗൽ മണി വാ തുറക്കണം. പക്ഷേ ദിണ്ടിഗൽ മണി ഇപ്പോഴും പറയുന്നത് തനിക്ക് പോറ്റിയെ അറിയില്ല എന്നാണ്. പോറ്റി തിരിച്ചും പറയുന്നുണ്ട് തനിക്ക് ദിണ്ടിഗൽ മണിയെ അറിയില്ല എന്ന്. പക്ഷേ ശ്രീകൃഷ്ണനുമായിട്ട് എന്താണ് ഇടപാട്? അതിൻ്റെ ഉള്ളറകൾ പരിശോധിക്കുമ്പോൾ ദിണ്ടിഗൽ മണി കുടുങ്ങുക തന്നെ ചെയ്യും. ഡി മണി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ ഒരു പ്രബല ശക്തി തന്നെയാണ്. അയാളെ മുന്നിൽ നിർത്തി പല ഉന്നത കേന്ദ്രങ്ങളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഉന്നത കേന്ദ്രങ്ങളിലേക്കാണ് എത്തേണ്ടത്. ഇതിനിടയിൽ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ദിണ്ടിഗൽ മണിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെയാണ് ED സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധം ഏകദേശം സംശയത്തിന്റെ ഒരു വഴിയിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്വർണ്ണക്കൊള്ളക്കാർ അടപടലം വീഴുകയാണ്. ഇവർക്കാർക്കും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത വിധം ഊരാക്കുടുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ പൊന്നു കട്ടവർ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ന്യൂസ്.